ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം അമ്പലത്തിൽ പോകണം. നമുക്ക് ആദ്യം വേഗം പോയി കുളിച്ച് വരാം. ഓക്കെ. അപ്പോൾ ഞാനും അമ്മയും കൂടെ, നിങ്ങൾ കാന്തല്ലൂർ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ രാവിലെ പുട്ടും പയറും പപ്പടവുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി വിഴുങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം വാഷ് ചെയ്തു, വിരിച്ചു. അങ്ങനെയൊക്കെ അന്നത്തെ ആ ഒരു ടൈം പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചധികം ഓർഡേഴ്സ് പാക്ക് ചെയ്തിട്ട് അയക്കാനുണ്ടായിരുന്നു. കുറച്ചധികം എന്ന് പറയുമ്പോൾ ഒരു 5-6 ഓർഡേഴ്സ്. എനിക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബാങ്കിൽ പോകണം. കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചധികം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പം ഞാൻ എന്തുകൊണ്ടത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. സോ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ പലതിൻ്റെയും ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ചെയ്ത വർക്ക് കാരണം പെട്ടെന്ന് ചെയ്ത് അയക്കേണ്ടിയുണ്ടായിരുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു വീഡിയോയോ ഫോട്ടോയോ അങ്ങനെയൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ അയച്ചു എന്നല്ല, റെഡിയാക്കി വെച്ചു. എന്നിട്ട് നേരെ നമുക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിൽ. അപ്പോൾ ഓർഡറെല്ലാം പാക്ക് ചെയ്തു, എടുത്തു. പിന്നെ ബാക്കി ഞാൻ താഴെ വെച്ചിരുന്നു, നേരത്തെ പാക്ക് ചെയ്തു, അതും എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെ ആയതുകൊണ്ട് മഴ പെയ്തു. അപ്പം തന്നെ പോകാൻ പ്ലാൻ ചെയ്ത് നിന്നപ്പോൾ പിന്നെ എന്തായാലും മഴ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ പോയി പോസ്റ്റെല്ലാം അയച്ചു. വീടിനടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു, അയച്ചു. പിന്നെ നേരെ അവിടുന്ന് ബാങ്കിൽ പോയി 1-2 കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മേശ ഈ ഒരു കോലത്തിലാണ് കിടന്നിരുന്നത്. അതായത് വീഡിയോ എടുക്കുന്ന വലത്തെ അറ്റത്താണ്. അപ്പോൾ വലത്തെ അറ്റം മാത്രം വൃത്തിയായിരിക്കും, ബാക്കി ഓരോന്ന് ചെയ്ത് വെക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെക്കുന്നതും എല്ലാം ഇടത്തെ അറ്റത്താണ്. അങ്ങനെ നമ്മുടെ ജേണൽ ബുക്കാണ് കേട്ടോ. അത് നമ്മുടെ സ്ക്രാപ്പ് ജേണലും ജങ്ക് ജേണലും ഒക്കെ ചെയ്യുന്ന ബുക്കാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ടേബിള് പഴയ ടേബിളാണ്. അപ്പൂപ്പൻ്റെ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുത്തതാണ്. സോ അങ്ങനെ കിടന്ന മേശയെ ഞാൻ ഇങ്ങനെയാക്കി. അപ്പോഴേക്കും വൈകുന്നേരം ആയെന്ന് തോന്നും. പിന്നെ എനിക്ക് ഫുഡ് റെഡിയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ വീഡിയോ 1-2 എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ഫുഡ് റെഡിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല. ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഉറങ്ങാനൊക്കെ ഉള്ളൊരു ഏകദേശ പരിവമൊക്കെ ആയി. ട്യൂഷനൊക്കെ അതിനിടയ്ക്ക് കഴിഞ്ഞു. ട്യൂഷന് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബെഡൊക്കെ സെറ്റാക്കി, റൂമൊക്കെ ഒന്ന് റെഡിയാക്കി. അങ്ങനെ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ വളരെ പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞു പോയി. ആ 2 മാസം വെക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു, ഈ 60 ദിവസം ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കും ചില സമയത്ത്. ഇതുപോലെ ഓരോന്ന് ചെയ്യും, അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ ബ്രഷ് ചെയ്തു. പിന്നെ മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു, മരുന്ന് കഴിച്ചു. റൂമൊക്കെ സെറ്റാക്കി റെഡിയാക്കി. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ യൂഷ്വലി ഡേ ഇൻ മൈ ലൈഫൊന്നും അങ്ങനെ അധികം എടുക്കുന്നില്ല, കാരണം എനിക്ക് എടുക്കാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ വീണ്ടും എടുക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ കൂടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് തരം വീഡിയോ ജോണേഴ്സാണ് കാണാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.